വെൽക്കം ബാക്ക്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഖലീഫ മൂവിയുടെ ാണ്. കുറച്ച് ദിവസമായി വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാജുവേട്ടന്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ ദിവസം കുറെ പോസ്റ്റേഴ്സും പിന്നെ വിലായത് ബുദ്ധ ഇറങ്ങാൻ പോകുന്നില്ല വേറെ പടം, അതിന്റെയൊക്കെ പോസ്റ്റേഴ്സും ഇതൊന്ന് പാട്ട് എന്തോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് ആ പടത്തില്. അതില് കുറച്ചും കൂടി ഒരു നാടൻ ലുക്കിലുള്ള രാജുവേട്ടനാണെങ്കിൽ ഇപ്പുറത്ത് ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ഭയങ്കര സ്റ്റൈലിഷ്. ഞാൻ അതിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വന്നത് എനിക്ക് തോന്നുന്നു മറ്റു സമയത്തായിരുന്നോ, ഒരു 5 ദിവസം മുന്നേ, ദീപാവലി അല്ലെ ദസറ ആ സമയത്താണ്. അതിനോടനുബന്ധിച്ചിട്ടായിരുന്നു ഏകദേശം. അതിന് ഇതല്ല, ബർത്ത്ഡേക്ക് വന്നത് ആക്ച്വലി. ബർത്ത്ഡേക്കാണ്, പക്ഷെ ഏകദേശം ഒരു ഹോളിഡേ ടൈം ആയിട്ടുള്ള ഒരു ടൈമിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇത് കണ്ടു നോക്കാം എന്താ സംഭവം. പിന്നെ എടുത്തു പറയുന്നത് വെച്ചാൽ നമ്മളെ വൈശാഖിന്റെ പടമാണ്. വൈശാഖ് എനിക്കൊന്ന് ലാസ്റ്റ് ടർബോ വൈശാഖ് തന്നെയല്ലേ ഡയറക്ഷൻ. നമ്മള് വൈശാഖ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പുലിമുരുകനെ ഓർമ്മ വരിക. അതല്ലാതെ പിന്നെ നമുക്ക് പോക്കിരി രാജ അങ്ങനത്തെ കുറെ രാജകൾ അല്ല, നമ്മളെ സീനിയേഴ്സ് ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുനോക്കാം എന്താന്നുള്ള. അതായിരിക്കും ഏറ്റവും നല്ലത്. ബ്ലഡ് ലൈൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്ലിംസ് ബ്ലഡ് ലൈൻ തുടങ്ങിയാലോ. രാജുവേട്ടൻ പക്ഷെ കുറച്ചായില്ലേ, മാസോടെ ചെയ്തിട്ട് കുറച്ചായില്ലേ. പക്ഷെ ആളുടെ പടം തന്നെ കണ്ടിട്ട് കുറച്ചായി. അല്ല, നമ്മള് ഗുരുവായൂർ അമ്പല നടയിലേക്ക് മറ്റേ ചിരിച്ചോണ്ടുള്ള രാജുവേട്ടനല്ലേ അല്ലേ. പക്ഷെ കുറെ നാളായിട്ടുള്ള ഫീല് ആളുടെ പടം കണ്ടിട്ട്. അതുണ്ട്. എനിക്ക് തോന്നുന്നു എമ്പുരാൻ ഡയറക്ഷൻ അല്ലേ. അതെ. അതായത് ആളുടെ പടം കണ്ട് കുറെ നാളായിട്ട് മലയാളത്തില് ചെയ്യാത്തേക്ക് ഒരു ഫീൽ. ആള് വേറെ പുറത്തൊക്കെ പോയി ചെയ്തല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ മലയാളത്തില് നമ്മള് അദ്ദേഹത്തിന്റെ ഒരു തനതായ രീതിയിലുള്ള ഒരു പടം കണ്ടിട്ട് കുറെ നാളായിട്ടുള്ള ഒരു ഫീല്, കുറെ ഒരു കംബാക്ക് എന്നൊക്കെ പറയാമെന്നാണ് ഞാൻ ഏകദേശം കാണാത്തോണ്ട്. പിന്നെ മറ്റേതും ചെയ്തില്ലേ, പൊട്ടിയ പടം ഹിന്ദിയില് എന്തൊക്കെയോ ആയിട്ട് ചെയ്തത്, എന്തോ ആയിട്ട്. മറ്റേ കോമഡി ട്രോളിലൊക്കെ ട്രോളിൽ വന്ന പടം മനസ്സിലാ, പേര് പോലും ഓർമ്മയില്ല. മനസ്സിലായി. എന്തോ ഒരു ഭാഗ്യ പോലത്തെ സ്റ്റൈൽ. അതെ. തുടങ്ങിയാലോ. In what seems like a plot straight out of a movie script, police and customs officials have unmasked a multi-million-dollar gold smuggling racket operating out of the Middle East through networks in London, Nepal, and Kerala. Though details remain unclear. പെട്ടുള്ളതിനാണ് ഇനി ഇന്ത്യ മഹാരാജ്യത്തെ എവിടെ നമുക്കാരെടുത്ത് വെത്തിയാലും അതായി കോഫി പോസ്റ്റ് പണിക്കർ സാറേ, എങ്ങൾക്കറിയും ഈ നാട്ടിൽ എങ്ങനെ കോഫി പോസ്റ്റ് ഉണ്ടായാലും അന്ന് വടക്ക് സുക്കൂർ നിലയിൽ ബാക്കി ഹാജി മസ്താൻ, ഇടത്തേക്ക് മുതലിയാരി, പിന്നെ മാമ്പറയ്ക്കൽ അമ്മദാരി. വൈശാഖ് ടച്ച് വന്നിട്ടോ. ഭയങ്കര സ്റ്റൈലിഷ് അല്ലേ. അന്നീ 4 ആളെയും കൊണ്ട് ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസ്സിസ് ഗാന്ധി. അങ്ങനെ 74 പാർലമെന്റ് കൊഫെ പോസ പാസ്സാക്കും. എന്നിട്ട് ആ പോസേന്റെ ഒരു 1/2 മണിക്കൂർ അമ്മദാലിനെ പിടിച്ച് അകത്തിടാൻ ഓരെ കൊണ്ട് ആയിട്ടില്ല സാറേ. ആ അമ്മദാലിന്റെ പേരെ കൂടിയാവുവാൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്കാം ആമിർ അലിനെ പൂട്ടാൻ. അപ്പൊ കാണാം മമ്പളം പള്ളിയിലെ ഉറൂസ്. ഡയലോഗ്സ് ഒക്കെ രക്ഷയില്ല കേട്ടോ. ഒരു അൻവർ ഫീലൊക്കെ ഉണ്ടാവും കുറച്ച് പണ്ടത്തെ. ജയിക്സ് വെറുതെ സ്കോർ ഭയങ്കര ഇങ്ങനെ കത്തി. വാവ്, ഫ്രെയിം, വിഷ്വല്, മ്യൂസിക് പൊളിച്ച്. മോനെ സ്കോർ രക്ഷയില്ല. ആമിർ അലി ഒരു അറബി ടച്ച് ഉണ്ടല്ലേ. ടച്ച് ഉണ്ട് മൊത്തത്തില്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടക്കം കേട്ടില്ലേ. ഓണം 2026 ഓണം റിലീസാണ്. പക്ഷെ എനിക്ക് സ്കോർ ഭയങ്കര ഇഷ്ടമാണ്. സ്കോറാണ് ഭയങ്കര രസം. സ്കോർ ഭയങ്കര ഒരു എന്താ പറയാ
പിന്നെ കുറെ ഫ്രെയിംസ് ഒക്കെ നല്ല രസമുണ്ട് ഭയങ്കര ഒരു ഭയങ്കര റിച്ച്. പിന്നെ ആണെങ്കിൽ ഇന്ദ്രൻ സേട്ടൻ ഇതുപോലത്തെ വേറെ ഒരു പടത്തിലുണ്ടല്ലോ ഇങ്ങനെ മാസ് കാണിക്കുന്ന ഒരു സംഭവം. ആടിലാണോ മറ്റേ ആജാമാതിരയില് അല്ല ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ പറയുന്നത് ഇവൻ അതെ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്ന് വെച്ചാൽ അത് മാസം ഉണ്ടായിരുന്നു അവര് ഇതിനകത്ത്. ആള് നല്ല ആ ഒരു നരേഷൻ നല്ല ഒരു വെറൈറ്റി. ഇവൻ നമ്മൾ 1-2 പടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന സമയത്ത്. കാരണം അദ്ദേഹം നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ വരും അങ്ങനെ ബിൽഡപ്പ് കൊടുക്കുന്നില്ല. മറ്റേ ലൂസിഫറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയത്തായിരുന്നു ഇങ്ങനെ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഷെഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിലും ഉണ്ടാവും. പിന്നെ വെച്ചാൽ ലുക്ക് മെയിനായിട്ട് പോസിറ്റീവായിട്ട് പറയണമെന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ചിലയെങ്കിലും മറ്റേ ടോവിനോനൊക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലേ? പൃഥ്വിരാജിന് ടോവിനോനെ പോലെ തോന്നിയിരുന്ന ആൾക്ക്. അല്ല എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്ന് അറിയാം. ഒന്നെന്ന് വെച്ചാൽ രാജുവേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ലുക്കിൽ ഇവൻ എമ്പുരാന്റെ അകത്ത് ഡയറക്ഷൻ അല്ല എമ്പുരാനിൽ ഡയറക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ഇവൻ അതിന്റെ അകത്ത് സിനിമയിൽ ഉണ്ടെങ്കിലും ഈ ഒരു സംഭവം ഉണ്ടല്ലോ വരുമ്പോ ഒരു സ്കോറൊക്കെ അത് കിട്ടുമ്പോ ഒരു മാസ് എഫക്ട് കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് കടുവയ്ക്ക് ശേഷം അങ്ങനത്തെ സാധനം വന്നിട്ടില്ല തോന്നുന്നു അല്ലെ അടുത്തൊന്നും അല്ലേ? കണ്ടിട്ടില്ല കടുവല്ല നമ്മൾ എനിക്കൊന്നും അങ്ങനെ മനസ്സിൽ ഇപ്പോഴും സലാറാണുള്ളത്. ഓക്കെ സലാറിന്റെ അകത്ത് പക്ഷെ സലാറിൽ ഇങ്ങനെയല്ലല്ലോ ഉള്ളത്. കോട്ട് സൂട്ടൊക്കെ ഇട്ടത് വരുന്നത് അതിന്റെ അകത്താണ് ആ ഒരു ഭംഗിയുള്ളത്. അത് നല്ല രസം. ആ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഖലീഫ എന്ന പേരും ആ ഒരു അറബി ടച്ച് മ്യൂസിക്കും പിന്നെ അതിന്റെ കൂടെ ആ ഒരു ഫ്രെയിമൊക്കെ ഏകദേശം അതേപോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ആ ഒരു റിച്ച്നെസ് വൈശാഖ് പടത്തിൽ ഉണ്ടാകുന്ന ഒരു റിച്ച്നെസ് ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ എന്തായാലും ഗംഭീര ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ആരൊക്കെയാ ഉള്ളത് അറിയില്ല. വേറെ ഗ്ലിംസ് ആയതുകൊണ്ട് നമുക്ക് ഓരോ ഐഡിയ കിട്ടിയിട്ടില്ല. പക്ഷെ എന്തോ ഭയങ്കര റിച്ച് സംഭവമാണ് വരാൻ പോകുന്നത്. അതായത് എവിടേക്കോ ഒരു മാർക്കോ എഫക്റ്റും ഉണ്ട് കുറച്ചൊരു മാർക്കോ എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട്. പക്ഷെ എന്തായാലും വൈശാഖ് ആയതുകൊണ്ട് കംപ്ലീറ്റ് മാർക്കോ ആവില്ല, അത് ഉറപ്പാണ്. മാർക്കാണ് ഞാൻ ഇവിടെ അല്ല വൈശാഖ് പടം ആകുമ്പോന്ന് വെച്ചാല് ഒരു പരിധിക്കപ്പുറം ഇപ്പൊ ടെർബോലൊക്കെ കണ്ടില്ലായിരുന്നു. ഒരു സമയം എത്തുമ്പോടെ നിർത്തും അത്, അതിന്റെ അപ്പുറത്ത് കാണിക്കില്ല. ആ ഒരു സാധനം ഉണ്ട്. ചിലപ്പോ അതായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു US സർട്ടിഫൈഡ് അവനാണെങ്കിൽ ഏട്ടോ എനിക്കറിയില്ല. അങ്ങനത്തെ തോന്നില്ല ഇപ്പൊ കണ്ടപ്പോ തോന്നിയില്ല. അതായത് എന്താണ് ഒരു ക്ലീൻ ഷേവ് ലുക്കും സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മാസ്, അതായത് ആൾ ഭയങ്കര മാസാണ് എന്ന് കാണിക്കുന്നുണ്ട്. ആ ബിൽഡപ്പിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ എന്താ പറയാ അപ്പൂപ്പനാ ഏതൊക്കെയോ പറയുന്നില്ല മറ്റേ അവരുടെ പേരക്കുട്ടിയാണെന്ന് പറയുന്നത്. പണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്കൊന്ന് മറ്റേ ഗാന്ധി അതാണ് ഉദ്ദേശിച്ചത്. പണ്ടത്തെ ആ സമയത്തുള്ള കഥ ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അന്ന് തന്നെ പറ്റിയിട്ടില്ല, പിന്നെയാണ് ഇപ്പൊ അതാണ് ഫുള്ള് ഫസ്റ്റ് പ്രാവശ്യം കാണുമ്പോൾ ഫുള്ള് മനസ്സിലല്ല എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത്. കാരണം നമ്മൾ എവിടെ ശ്രദ്ധിക്കണം കുറച്ച് ഹുറൂസ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അറബി വേർഡാണ് അത്. അത് ഞാനത് കേട്ടില്ല, എന്തോ മനസ്സിലായി. അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല് രാജേട്ടനെ കാണിക്കുന്ന സമയത്ത് ആ ഒരു സ്കോർ വരുമ്പോ ജെയ്ക്സ് ബിജോയ് സ്കോർ വരുമ്പോ ഒരു സാധാരണ പ്രശ്നം എന്നുള്ള രീതിയിൽ ആ ഒരു എന്റർടൈൻമെന്റ് കിട്ടി, എൻജോയ്മെന്റ് സാധനം കിട്ടി. പിന്നെ മ്യൂസിക് കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ എവിടെയോ നല്ലൊരു സാധനം കിട്ടുന്നത് ജെയ്ക്സ് ബിജോയ്. അല്ല ഏറ്റവും രസം എന്താ പറയുക, ഇപ്പൊ എനിക്കൊന്ന് അടുത്ത് എല്ലാ സിനിമകളും ജെയ്ക്സ് ബിജോയ് കൊണ്ടുപോകണല്ലേ. ഈവൻ പാതിരാത്രിയിലാണെങ്കിലും എനിക്കൊന്ന് ജെയ്ക്സ് ബിജോയ് തന്നെ മ്യൂസിക് എല്ലാ ആഴ്ച ഒരു പടം സമയത്ത് സുഷിൻ ശ്യാമായിരുന്നു. പക്ഷെ സുഷിൻ ശ്യാം അങ്ങനെ കുറെ സിനിമ ചെയ്യില്ലല്ലോ. സുഷിൻ ശ്യാം ആയിരുന്നു ഒരു സമയത്ത്. അതിനുശേഷം ഇപ്പൊ ഫുള്ള് ജെയ്ക്സ് ബിജോയ് ആണ്. പിന്നെ അതിന് മുന്നേ ആണെങ്കിൽ നമ്മുടെ ടൈം ഉണ്ടായിരുന്നു ഗോപിസുന്ദർ. ഒരു ടൈമിൽ അദ്ദേഹം തന്നെയായിരുന്നു. മൈറ്റ് ബി ലൈക്ക് ഇപ്പൊ ഒരു ജെയ്ക്സ് ബിജോയ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ മ്യൂസിക് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇതിനകത്താണ് ഈ ഗ്ലിംസിനകത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സംഭവം മ്യൂസിക് തന്നെയാണ്, വേറെ എന്ത് പറയുന്നത്. അപ്പൊ അതാണ് അട്രാക്റ്റീവ് ആയത്. ബാക്കി എല്ലാം കണ്ട സംഭവങ്ങളാണ്. അതിനകത്തൊരു ഭയങ്കര ഒരു ഇത് പറയാനായിട്ട് ഹൈ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത് മ്യൂസിക്കും രാജോട്ടനാണ്. അതെ, ഇനി അടുത്ത ട്രെയിലർ ടീസർ സംഭവം വരുമ്പോൾ നമുക്ക് പറയാം എന്താ സംഭവം. അടുത്ത വീഡിയോയിൽ കാണാം.